അടിപൊളി. ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ വന്ന് കുടിച്ചായിരുന്നു. ഇതേ ഇന്നും വന്ന് കുടിക്കാൻ. ചൂടൊക്കെ അല്ലേ? ശരിക്കും അറിയാൻ പറ്റും ഇറങ്ങി പോകണതിനൊക്കെ ആശ്വാസം. ഈ ചൂടിന് ഏറ്റവും കൂടുതൽ ബെറ്ററാണ്. വെള്ളരി പല ടൈപ്പ് വെള്ളരികളുണ്ട്. ഇത് പൊട്ടു വെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞത് പൊട്ടും. നല്ല മൂത്ത പഴമാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ സീഡ് മാറ്റി കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് വെറുതെ നമ്മളിങ്ങനെ കലക്കി കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ആവും. അപ്പോൾ അതിനകത്ത് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അത് ചേർത്ത് പല രീതിയിലുണ്ടാക്കും. അതായത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കും ചിലർ വെറുതെ അടിച്ച് കുടിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചേർക്കും. എന്നിട്ട് നമ്മൾ ഇളക്കിയിട്ട് 2 കഷ്ണം ഐസ് ക്യൂബ് ഇട്ട് കുടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് ബെസ്റ്റാണ് സംഭവം. ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇപ്പോൾ പൊട്ടുവെള്ളരി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വെയിലത്ത് നിന്ന് പണിയുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു തണവ് നമുക്ക് കിട്ടും. ഒരു വെയിലത്ത് നിന്നാണ് പണിയുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ഒരു 1.5-3 കുറേ നേരത്തേക്ക് നല്ല കൂളിംഗ് ആയിരിക്കും. ഈ ചൂട് സമയത്ത് നമുക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടാൻ ഇത്രയും നല്ല സാധനം വേറെ ഇല്ല. ചൂട് സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായി ഞാനിവിടെ ഈ കച്ചവടം തുടങ്ങിയിട്ട് വെള്ളരിക്ക കച്ചവടം തുടങ്ങിയിട്ട്. ആദ്യം കൊടുങ്ങല്ലൂർ, മാള അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പൊട്ടുവെള്ളരി കൃഷി കൂടുതലായിട്ടും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട്, സംഭവമുണ്ട്. അതിന് പഞ്ചസാര ഇട്ടു. പൊട്ടുവെള്ളരി കുടിച്ചോ. സൂപ്പറല്ലേ? ഈ കനത്ത വേനൽ ചൂടിൽ ശരീരം ഒപ്പം മനസ്സും ഒന്ന് തണുത്ത പോലെയുണ്ട്. പൊട്ടുവെള്ളരി അടിപൊളിയാണ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. കൊച്ചിയിൽ നിന്നും വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.